ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ബീഫ് ഫ്രൈഡ് ടേസ്റ്റിൽ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മുഴുവനായിട്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടെ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ 3/4 കിലോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കേരയാണ് എടുത്തിരിക്കുന്നത്. കേരയോ അല്ലെങ്കിൽ ഓലക്കൊഴുവയോ ആ ഒരു ടൈപ്പ് ദശക്കട്ടിയുള്ള മീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത്. സവോള 2 എണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ചെറിയ ഉള്ളി 20 എണ്ണം, ഉണക്കമുളക് 3 എണ്ണം, കുറച്ച് തേങ്ങാക്കൊത്ത്, 12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പച്ചമുളക് 2 3 എണ്ണം എരിവിനനുസരിച്ച് ചേർക്കാം. ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഹോട്ട് ചില്ലി പൗഡർ 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ക്രഷ് ചെയ്ത കുരുമുളക് 1 ടീസ്പൂൺ, വിനാഗിരി 3 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 3/4 കിലോ കേരയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്രൈ പീസായിട്ട് കട്ട് ചെയ്താണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കേരയോ ഓലക്കൊഴുവയോ ഇതുപോലെ ദശക്കട്ടിയുള്ള മീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ചൂര നമുക്ക് ഒഴിവാക്കാം. ചൂരയ്ക്ക് മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു വലിപ്പത്തിലാണ് മീനും കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡിലോ മറ്റോ വെച്ചിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മീനെല്ലാം നമുക്ക് ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത മീനെല്ലാം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതായിരിക്കണം ഈ മീനെ മുറിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ്. അത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വിനാഗിരി ചേർക്കാം 3 ടേബിൾ സ്പൂൺ. ഇപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകളെല്ലാം നന്നായിട്ട് എത്തണം. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ തിരുമിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടിട്ട് തിരുമണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 2-3 മണിക്കൂർ ഇതിനെ മാറ്റി വെക്കാൻ പറ്റിയ അത്രയും നന്നായിരിക്കും. ഉള്ളിലോട്ടൊക്കെ മസാല പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴിയുന്നതും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മീൻ അതിൻ്റെ വലിയ തണുപ്പൊന്ന് മാറി വന്നതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സൈഡ് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതിൻ്റെ 2 വശവും നമുക്ക് മൊരിയിച്ചെടുക്കാം. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആദ്യമേ തന്നെ മൂത്ത് കഴിഞ്ഞാൽ ഫ്രൈക്ക് കട്ടി കൂടി പോകും. ഇത് മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മീൻ മുഴുവനും വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. പിന്നീട് അതിൽ നിന്നും ഇതേപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ മറ്റൊരു പാനിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിനെ ആദ്യമേ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2-3 ഉണക്കമുളക് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ.
ഇനി നമുക്കിതിലോട്ട് 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റാം. അതിനുശേഷം വേണം സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ സവാള ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്തിട്ടും വഴറ്റിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ ബീഫൊക്കെ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് പോലെ. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ മീനിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തത്, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ലോ ഹീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കാം. 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല കൂടെ ചേർക്കാൻ കഴിയുന്നത് ഇത് തന്നെ ഉപയോഗിക്കുക. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മളിതിനെ വഴറ്റി പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കാം. ഈ സമയത്ത് ലോ ഹീറ്റിൽ തന്നെ വെക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ലോ ഹീറ്റിൽ തന്നെ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റും കൂടെ വീണ്ടും ഇതിനെ ഫ്രൈ ആക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഇതേപോലെ ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തു. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഇതിലേക്ക് മസാലയൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ നോക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതിലോട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ ചൂടോടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബീഫ് ഫ്രൈയുടെ ടേസ്റ്റിലുള്ള നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നമ്മളിത് കഴിച്ച് തീരുന്നവരെ നമുക്ക് പെട്ടെന്ന് ഫിഷ് ആണോ എന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. നമസ്കാരം.